ശബരി കെ റൈസ് അരി വിതരണം ഇന്നു മുതൽ ആരംഭിക്കും. സംസ്ഥാനത്ത് ജനങ്ങൾക്ക് മിതമായ നിരക്കിൽ ലഭ്യമാകുന്ന കെ റൈസിൻ്റെ ഉദ്ഘാടനം ഇന്നലെ മുഖ്യമന്ത്രിയാണ് നിർവഹിച്ചത്. വിവരങ്ങളുമായി വിജിൻ ചേരുന്നു. വിജിൻ, സംസ്ഥാനത്തെ എല്ലാ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലും ഈ കെ റൈസ് എത്തിത്തുടങ്ങിയോ? എന്നു മുതൽ എത്തിത്തുടങ്ങും? ഷമ്മി, അല്പസമയം മുമ്പാണ് ഈ സപ്ലൈകോയുടെ ഔട്ട്ലെറ്റുകൾ തുറന്നത്. അവിടെ കെ റൈസ് ഉൾപ്പെടെയുള്ള വിലക്കുറവിൽ ലഭ്യമാകുന്ന സാധനങ്ങളൊക്കെ എത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനകം നൽകാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇന്നലെ തന്നെ മന്ത്രി ഉൾപ്പെടെ ഉറപ്പ് നൽകിയതാണ് ഈ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ കെ റൈസ് എത്തിക്കും. കുറഞ്ഞ വിലയ്ക്ക് തന്നെ 29 രൂപയ്ക്ക് ജയാരിയും കുറുവ മട്ട അരികൾ 30 രൂപയ്ക്കും നൽകുമെന്ന കാര്യം നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള ക്രമീകരണങ്ങൾ തന്നെയാണ് നടപ്പിലാക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും അത്തരത്തിൽ കെ റൈസ് ഈ ഔട്ട്ലെറ്റുകളിൽ എത്തി എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ തന്നെ അതിനുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും വലിയ തരത്തിൽ ഈ ഒരു വലിയ ആശ്വാസമാകുന്ന രീതിയിലാണ് ഈ കെ റൈസ് എന്ന ഒരു ബ്രാൻഡ് സംസ്ഥാന സർക്കാർ തന്നെ നേരിട്ട് വിപണിയിലേക്ക് എത്തിക്കുന്നത്. അതിലേറ്റവും പ്രധാനമായി കാണേണ്ട ഒരു കാര്യം 40 രൂപ 11 പൈസ നിരക്കിൽ വാങ്ങുന്ന അരിയാണ് 11 രൂപ സബ്സിഡി നൽകിക്കൊണ്ട് സംസ്ഥാന സർക്കാർ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ ഈ 3 മേഖലകളായി തിരിച്ചാണ് അതിനാവശ്യക്കാർ കൂടുതലുള്ള സ്ഥലങ്ങളിൽ ജയാരി, അതുപോലെ തന്നെ മട്ട, കുറുവ എന്നീ തരത്തിൽ 3 മേഖലകളായി തിരിച്ചാണ് അരി വിതരണം നടക്കുക. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജനങ്ങൾക്ക് വളരെ ആശ്വാസം നൽകുന്ന ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് നടപ്പിലാക്കുന്നത്. ഒപ്പം തന്നെ ഇന്നലെ സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രിയും ഒക്കെ തന്നെ വിശദീകരിച്ച കാര്യമെന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ ഇത് നടപ്പിലാക്കുന്നത് ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് ഏറ്റവും മുന്തിയ പരിഗണന നൽകുന്നത്, ലാഭത്തിന് വേണ്ടിയല്ല എന്ന കാര്യം വ്യക്തമാക്കുകയും ചെയ്യുന്നു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ ഭാരത് റൈസ് എന്ന പേരിൽ 29 രൂപയ്ക്ക് നൽകുന്ന അരി ഏകദേശം 18 രൂപയ്ക്ക് വാങ്ങുന്ന അരിക്ക് 11 രൂപ വർദ്ധിപ്പിച്ചാണ് കേന്ദ്ര സർക്കാർ ഭാരത് അരി എന്ന പേരിൽ ഈ വിപണിയിൽ ഇറക്കുന്നത്. അതിൽ പ്രധാനമായി കാണേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് സംസ്ഥാനത്തിൻ്റെ അരിവിഹിതം വെട്ടിക്കുറച്ച ശേഷം ആ അരി തന്നെ വലിയ തുകയ്ക്ക് ഈ വിപണിയിൽ ഇറക്കുന്ന ഒരു ലാഭക്കൊയ്ത്തിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നടത്തിയത്. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ ഈ 11 രൂപ സബ്സിഡി നൽകിക്കൊണ്ട് ജനങ്ങൾക്ക് മിതമായ നിരക്കിൽ മികച്ച നിലവാരമുള്ള അരി ലഭ്യമാക്കാനുള്ള ഒരു നടപടി അത് സപ്ലൈകോയുടെ തന്നെ ബ്രാൻഡിൽ ശബരി കെ റൈസ് എന്ന പേരിൽ ഇറക്കുകയും ചെയ്തിട്ടുള്ളത്. അതിന് ആവശ്യക്കാർ തീർച്ചയായും ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇത്രയും കുറഞ്ഞ നിരക്കിലാണ് അരി നൽകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അതിന് പ്രാധാന്യം വലുതുമാണ്. ഷമ്മി, വിജിൻ, ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു ഈ ഭാരത് റൈസ് എന്ന് പറയുന്നത് രാഷ്ട്രീയമായ നേട്ടം ലക്ഷ്യം വെച്ച് കേന്ദ്രത്തിലെ BJP സർക്കാർ ഇറക്കുന്നതാണ്. വിജിൻ പറഞ്ഞതുപോലെ FCIയിൽ നിന്നുള്ള അരിവിഹിതം സംസ്ഥാനത്തിന് വലിയ തോതിൽ വെട്ടിക്കുറയ്ക്കുന്നു. ആ വെട്ടിക്കുറച്ചതിന് ശേഷമാണ് ഈ ഭാരത് റൈസ് എന്ന് പറഞ്ഞ് 18 രൂപയ്ക്ക് വാങ്ങുന്ന അരി 30 രൂപയ്ക്ക് വിൽപ്പന നടത്തുന്നത്. അതേസമയം കേരളം വിതരണം ചെയ്യുന്ന കെ റൈസ് ആകട്ടെ 30 രൂപയ്ക്ക് വാങ്ങി 40 രൂപയ്ക്ക് വാങ്ങി 11 രൂപ സബ്സിഡി കൊടുത്താണ് ഈ പറയുന്നത് പോലെ വിപണിയിൽ എത്തിക്കുന്നത്. അപ്പോൾ രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. രാഷ്ട്രീയമായ നേട്ടത്തിന് ഉപയോഗിക്കുമ്പോൾ ജനങ്ങളുടെ ഒരു ക്ഷേമം മുൻനിർത്തിയാണ് സംസ്ഥാന സർക്കാർ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതാണ് ഇന്നലെ മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചത്. വിജിൻ, തീർച്ചയായും ഷമ്മി, അതുതന്നെയാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഭാരത് റൈസ് ഏകദേശം 18 രൂപയ്ക്കാണ് കേന്ദ്ര സർക്കാർ വാങ്ങുന്നത്. അതിനുശേഷം അത് പാക്ക് ചെയ്ത് ഭാരത് റൈസ് എന്ന ബ്രാൻഡ് നൽകി അത് 29 രൂപയ്ക്ക് വിൽപ്പന നടത്തുകയാണ്. ഏകദേശം അത്രയും രൂപയുടെ ഡിഫറൻസ്, അതിൽ ലാഭം കേന്ദ്ര സർക്കാരിന് ലഭിക്കുന്നുണ്ട്. പക്ഷേ സംസ്ഥാന സർക്കാർ ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കുന്നത് അത് ഒരു ജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ്, അല്ലാതെ ലാഭത്തിന് വേണ്ടിയല്ല. കേന്ദ്ര സർക്കാർ ഇക്കാര്യം രാഷ്ട്രീയപരമായും സാമ്പത്തികമായുള്ള നേട്ടത്തിനാണ് ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചത്. പക്ഷേ സംസ്ഥാന സർക്കാർ ചെയ്യുന്നത് അതല്ല. ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കുന്നത് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയാണ്. അതിൽ മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്ത ഒരു കാര്യമെന്ന് പറയുന്നത് ഈ സംസ്ഥാന സർക്കാർ ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ വളരെ ചുരുങ്ങിയ തുക മാത്രം കേന്ദ്രവിഹിതം അതിൽ ഉണ്ടാവുകയും അതിന് ബ്രാൻഡ് നെയിം, കേന്ദ്ര സർക്കാരിൻ്റെ ബ്രാൻഡ് നെയിം നൽകണമെന്ന് ആവശ്യപ്പെടുകയാണ്, നിർബന്ധം പിടിക്കുകയുമാണ് ചെയ്യുന്നത്. അത് പറ്റില്ല എന്ന് കൃത്യമായി കേന്ദ്ര സർക്കാരിനോട് സംസ്ഥാന സർക്കാർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് വ്യക്തമാക്കിയത്. ഒപ്പം തന്നെ ഈ ലൈഫ് മിഷൻ ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് ലക്ഷക്കണക്കിന് വീടാണ് സംസ്ഥാന സർക്കാർ കേരളത്തിൽ നിർമ്മിച്ചു നൽകിയത്. ഇതിൽ തുച്ഛമായ തുക മാത്രമാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത്. അവിടെ സംസ്ഥാന സർക്കാർ ഒരു ബ്രാൻഡ് നെയിമോ ഒരു ലോഗോയോ പതിപ്പിച്ചിട്ടില്ല. ആ വീട് ഇത് ലഭ്യമാകുന്ന ആളിൻ്റെ വീടാണ്, അയാളുടെ അഭിമാനമായ ഒരു വീടാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരു പേര് നൽകി ഏതെങ്കിലും തരത്തിലുള്ള ഔദാര്യത്തിൽ ലഭിച്ചതാണ് എന്ന അഭിമാനക്ഷതമുണ്ടാക്കാനുള്ള ഒരു നിലപാട് സംസ്ഥാന സർക്കാർ സ്വീകരിക്കില്ല. ആ സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ ബ്രാൻഡ് നെയിമുകൾ ഉണ്ടാക്കി
നൽകണം എന്ന് പറയുന്നത് ഇത് അംഗീകരിക്കാൻ കഴിയില്ല. ഒപ്പം തന്നെ റേഷൻ കടകളിൽ സെൽഫി പോയിന്റുകളും ഒപ്പം ഈ മോഡിയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും ലോഗോയും പ്രദർശിപ്പിക്കണം എന്ന കാര്യത്തിലും സംസ്ഥാന സർക്കാർ കൃത്യമായ നിലപാട് കേന്ദ്രത്തെ അറിയിച്ചിട്ടുള്ളതാണ്. കേരളത്തിൻ്റെ ഈ അരിവിഹിതം ഉൾപ്പെടെ വെട്ടിക്കുറയ്ക്കുകയും മണ്ണെണ്ണ വിഹിതത്തിൽ ഒക്കെ കുറവ് വരുത്തുകയും ഒക്കെ ചെയ്തതിനു ശേഷം അതിൽ കേന്ദ്ര സർക്കാരിൻ്റെതാക്കി മാറ്റാനുള്ള ഒരു ശ്രമം നടത്തുന്നത് തടയുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്തത് എന്നും വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ ഏകദേശം 916,000 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ഒരു വർഷം ഈ റേഷൻ അരി നൽകാനായി റേഷൻ കടകളിലൂടെ ഈ ജനങ്ങളിലേക്ക് എത്തിക്കാനായി ചെലവഴിക്കുന്നത്. അതിൽ വളരെ തുച്ഛമായ തുക മാത്രമാണ് കേന്ദ്ര സർക്കാർ എന്ന് വിഹിതമായി ലഭിക്കുന്നത് എന്നും മുഖ്യമന്ത്രി കണക്കുകൾ നിരത്തി തന്നെ ഇന്നലെ വ്യക്തമാക്കുകയും ചെയ്തു. എന്തായാലും ഈ കെ റൈസ് ഇപ്പോൾ വിപണിയിലെത്തുന്നതോടെ ജനങ്ങൾക്ക് വളരെ തരത്തിൽ ഉപകാരമുണ്ടാകുന്ന ഒരു